സൂപ്പർ ഹിറ്റ്. പേടിക്കണ്ട ഞാനാ. മാഡം സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. ഞാൻ വേഗം ചെന്ന് പറയട്ടെ. സിനിമ 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 ഗംഭീരം ഗംഭീരം അൺഎക്സ്പെക്ടഡ് റിയലി ഫാന്റാസ്റ്റിക് മൂവി. നമുക്ക് പ്രതിനായകൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രതിനായകൻ. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? തൂക്കി പറത്തിട്ടുണ്ട് ഇല്ലന്റെ പടം, ഇല്ലന്റെ അഴിഞ്ഞാട്ടം പക്ക ഹെഡ് ടു ഹെഡ് ആയിരുന്നു. കിടിലൻ പടം ഇക്ക തൂക്കി. 2025 വില്ലൻ തൂക്കി. സ്ക്രിപ്റ്റ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്, അഭിനയം നല്ലതാണ്. ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഇതൊരു ഓഫ് ബീറ്റ് പടാണെങ്കിലും ലാഗ് ഒട്ടുമില്ല. ശശിയേ, നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ലാലേട്ടൻ ചെയ്യാൻ പറ്റുമോ? ലാലേട്ടൻ ഇങ്ങനെ പടങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ പടം ചെയ്യുന്നില്ല. കാരണം ലാലേട്ടൻ ഫാൻസ് സമ്മതിക്കില്ല. ലാലേട്ടൻ ഇങ്ങനത്തെ റോൾ ചെയ്താൽ ലാലേട്ടൻ ഫാൻസ് സമ്മതിക്കില്ല, പക്ഷേ നമുക്ക് ഫാൻസ് സമ്മതിക്കും. ഇനി ഇന്ത്യ ഭരിക്കുന്ന വില്ലൻ മമ്മൂട്ടിയും അതുപോലെ തന്നെ വിനായകനുമാണ്. കാരണം ഇനി നമ്മുടെ മലയാള സിനിമയുടെ നെറുകയിലേക്ക് വിനായകൻ ഒരു സീറ്റ് മമ്മൂക്ക പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നോക്കിക്കോ, വിനായകൻ മലയാള സിനിമ ഭരിക്കുന്ന കാര്യം യാതൊരു സംശയമില്ല. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. നിങ്ങൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു സ്റ്റില്ല് കണ്ടാൽ നിങ്ങൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾ പറയും ഇത് കളങ്കാവലാണ്, ഇത് കളങ്കാവല മമ്മൂക്കയാണ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. എല്ലായിടത്തും നല്ല റിപ്പോർട്ടാ. ഒന്നും പറയാനില്ല. രണ്ടുപേരെ മേടിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. മമ്മൂക്ക സത്യം പറഞ്ഞാൽ സാധാരണ നടന്മാർക്കൊക്കെ ഉണ്ടല്ലോ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഏതെങ്കിലും ഒരു സിനിമയായിരിക്കും. മമ്മൂക്കയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവസാനം ഏത് പടം റിലീസാണോ അതായിരിക്കും കരിയർ ബെസ്റ്റ്. വില്ലൻ എന്ന് വെച്ചാൽ നായകനകൾ വേറെ ലെവലിൽ സ്കോർ ഒരു രക്ഷയില്ല. വില്ലന്റെ സിനിമയാണ്. ഇമേജ് നോക്കിയില്ല നമുക്ക് ഈ പ്രായത്തിലും ഈ സ്റ്റാർട്ട് ഇനിയും ഇങ്ങനത്തെ റോൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. അഭിനയിച്ച അതിലുണ്ട്. രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാം ഭാഗം ഉണ്ട്. അത് ആ ക്ലൈമാക്സ് അത് കണ്ട മനസ്സിലാവും. ഇന്റർവ്യൂവിന് മുമ്പ് ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് മുമ്പ് ട്വിസ്റ്റ് ഉണ്ട്. കൊണ്ടുപോയിക്കോടോ.